ഹായ്, എൻ്റെ ചിന്തകൾ, കണക്കുകൂട്ടലുകൾ. മറവി എന്നാൽ മരണമാണ്. 17,640 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 13,840 പേരെ അറസ്റ്റ് ചെയ്തു. 4,011 പേരെ റിമാൻഡ് ചെയ്തു. 6.5 കോടി രൂപ പ്രതികളിൽ നിന്ന് ജാമ്യത്തുകയായി പിരിച്ചെടുത്തു. 200ഓളം പേരുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചു. കിടപ്പടം വരെ പണയം വെച്ച് ജാമ്യത്തുക അടച്ചവരുണ്ട്. വിവാഹം മുടങ്ങിയവരുണ്ട്. ജയിലിലായതോടുകൂടി ജോലി ലഭിക്കാതെ പോയവർ, ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ടവർ. ജാമ്യത്തുക അടച്ചതോടുകൂടി സാമ്പത്തികമായി കുടുംബം തകർന്നു പോയവർ. 2.5 മാസത്തോളം കേരളം സംഘർഷഭൂമിയായി മാറി. എന്തല്ലേ! 17 ദിവസം കേരളം നിശ്ചയമായി. 14,000 കോടിയിലേറെ രൂപയോളം കയറ്റുമതി വ്യവസായ മേഖലയിൽ നഷ്ടമുണ്ടായി. 20,000 കോടിയോളം നഷ്ടം വന്ന വ്യാപാര മേഖലകളിൽ. KSRTCക്ക് മാത്രം 80 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. എന്നിട്ട് നിങ്ങൾ എന്തു നേടി? ഈ തിരഞ്ഞെടുപ്പിൽ ചൂണ്ടുവിരലിൽ മഷി പുരളുന്നതിന് തൊട്ടുമുൻപ് ഇപ്പോൾ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി തിരിച്ചിരിക്കുന്ന സർക്കാരിനോട് ഓരോ ഹിന്ദുവും ഈ ചോദ്യം ചോദിക്കണം. ചിലതൊക്കെ മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഓർത്തുകൊണ്ടേയിരിക്കണം. അതിൽ ചിലതൊക്കെ ഓർത്താൽ മാത്രം പോരാ, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതല്ലേ സത്യം. സ്വാമിയേ ശരണമയ്യപ്പ. ഇത്രയും എനിക്ക് പറയാൻ പറ്റി. അതിൽ ഞാൻ കൃതാർത്ഥനായി. എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I love you.